ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ. ഇന്നൊരു കേസരി ഉണ്ടാക്കി നോക്കിയാലോ. അതിനു വേണ്ടി റവ, പഞ്ചസാര, നെയ്യ്, കാഷ്യൂ, കിസ്മിസ്, വെള്ളം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് മതി. എന്നിട്ട് എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും വറുത്ത് കോരിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. ഇപ്പം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേസരി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് ഒരു പുതിയ ഡിഷായാലോ ഇന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ. അപ്പോൾ റവ എല്ലാം നല്ലവണ്ണം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ റവയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പം കട്ടി പിടിക്കാൻ പാടില്ല. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. റവ വേകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം റവ നല്ല വെന്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വേണം ഇട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് അത് റവയുമായി ചേരും. റവയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ റവ നല്ലവണ്ണം ഇപ്പം വെന്തിട്ടുണ്ട്. നല്ല ലൂസ് പരുവത്തിനായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാര അധികം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇവിടെ എല്ലാവർക്കും മധുരം കുറച്ച് മതി. അപ്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിന് ശേഷം വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലവണ്ണം ഒന്ന് എല്ലായിടത്തും എത്തുന്നത് വരെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.